ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങളെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായത്, ഒരു ന്യൂസ് ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള ഒരു ന്യൂസ് കണ്ടായിരിക്കും നമ്മുടെ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച്. ഒരാളുടെ കേസ് ആക്ച്വലി നമ്മുടെ നോർത്തിൽ ഒരാൾ 50,000 രൂപ എല്ലാ ആനുവലി പ്രീമിയം അടയ്ക്കുന്ന ഒരാളാണ്. 50,000 പ്രീമിയം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിയ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്ലാനാണത്. അപ്പോൾ അത് ആളുടെ അമ്മയുടെ പേരിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ അമ്മയുടെ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സ്റ്റാർ ഹെൽത്തിനെ സമീപിച്ചപ്പോൾ അവർ ഫുള്ളി റിജക്റ്റീവും ചെയ്തു. അത് മാത്രമല്ല അവർ നമ്മുടെ കസ്റ്റമറിനെതിരെയുള്ള പെരുമാറ്റം, അവരെ ഒരു മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ വട്ടം ചുറ്റിച്ച് വേറെ പരിപാടി നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ സ്റ്റാർ ഹെൽത്തിനെ കുറച്ച് ഇഷ്ടം പോലെ കുറച്ച് 2-3 കൊല്ലങ്ങളായിട്ട് സ്റ്റാർ ഹെൽത്ത് കൂതറ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ കൂതറ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ജീവന്മാരെ പണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആയിരുന്നു സ്റ്റാർ പണ്ടൊക്കെ കേട്ടോ, കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ പക്ഷെ നല്ല ഏറ്റവും വൺ ഓഫ് ദ വേസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പറയുന്ന സാധനമാണ്. കംപ്ലൈൻറ്റുകളുടെ പൂരാണ്. നിങ്ങൾക്ക് അവരുടെ കംപ്ലൈൻറ്റ് റേഷ്യോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. നിങ്ങൾക്ക് IRDA വെബ്സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് റേഷ്യോ എടുത്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ റീസെൻ്റ്ലി ഇപ്പോൾ പരസ്യമൊക്കെ കണ്ടിരിക്കും, എന്താ പറയുക, ബേസിൽ ജോസഫ് അങ്ങനെ കുറേ എണ്ണം വന്നിട്ട് സെലിബ്രിറ്റീസ് വന്നിട്ട് ഇതിൻ്റെ പരസ്യമായി കണ്ടു. ആ മുഖം കണ്ടിട്ട് ഇത് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യം വരുമ്പോൾ വായം പൊളിച്ച് മുകളിലേക്ക് നോക്കിയിരിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ പോളിസി ബസാറിലൊക്കെ പോയിട്ട് അവന്മാർ ഭയങ്കര എന്താ പറയുക റെക്കമെൻഡേഷനാണ്. അവർക്ക് കമ്മീഷൻ കൂടുതലുള്ളതാണ് അവർ റെക്കമെൻഡ് ചെയ്യുക. തിരിഞ്ഞു നോക്കുക പോലും ഇല്ല. അവന്മാരെ പരസ്യം കാണണം. അവർ വന്ന് എല്ലാം ചെയ്തിരുന്ന പോലെ ഇപ്പോൾ പരസ്യം കാണിക്കുക. അതൊക്കെ കണ്ടിട്ട് നമ്മുടെ മൈജീൻ്റെ ഒക്കെ പോലെ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഗോവിന്ദ വരയ്ക്കേണ്ടി വരും. അതാണ് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അതുപോലത്തെ ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പോൾ ഇൻഷുറൻസ് എല്ലാം മിക്ക കമ്പനീസുകൾക്കും മോശമാണ് ഭയങ്കരമായിട്ട്. അതായത് എല്ലാ ആൾക്കാരും പണ്ടത്തെ പോലെ അല്ല, ഇപ്പോൾ എല്ലാ ആൾക്കാരും ഇൻഷുറൻസ് എടുത്തു തുടങ്ങി. അപ്പോൾ അവർക്ക് ലാഭം കുറയാനുള്ള ചാൻസുകൾ കൂടുതലെന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ ഇപ്പോൾ 10 പേരിൽ 2 പേർക്ക് മാത്രമേ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ അവർക്ക് ഇതുപോലെ എന്താ പറയുക കൊല്ലത്തിൽ ഇഷ്യൂസ് വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ലാഭമാണല്ലോ. പക്ഷേ ഇപ്പോൾ 10 പേരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. അതിൽ ചിലപ്പോൾ ഒരു 7 പേർക്ക് വന്നാൽ തന്നെ അവർക്ക് ലാഭമായി, അല്ല നഷ്ടമായി. അവർക്ക് ഇത് കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അവർ തന്നെ ഇല്ലാണ്ട് തന്നെ ഇപ്പോൾ മിക്ക എല്ലാ കമ്പനീസുകളും ക്ലെയിം റിജക്ട് ചെയ്യാനുള്ള സംഭവമൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഏറ്റവും കൂടുതൽ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ, കംപ്ലൈൻറ്റ് റേഷ്യോ കുറവുള്ളത്, എത്ര എമൗണ്ട് സെറ്റിൽ ചെയ്തു, നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നോക്കിയിട്ട് മാത്രം എടുക്കാട്ടോ. അങ്ങനത്തെ കുറേ എണ്ണം ഉടായ്പ സാധനങ്ങളൊക്കെ കണ്ടിട്ടും പരസ്യം കണ്ടിട്ടും എന്താ പറയുക ഇതുപോലെ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് പോയി എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ ഗോവിന്ദായിട്ട് നോക്കിയിരിക്കേണ്ടി വരും. ഇപ്പോൾ ഈ ആൾ തന്നെ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ ന്യൂസ് വേണമെങ്കിൽ കാണിച്ചത്. ഇത് ആക്ച്വലി ഇന്ത്യ ടുഡേയിൽ വന്നേക്കുന്ന ന്യൂസ് ആകണ്ടോ. ഞാൻ പരസ്യം ഇത് ഞാൻ ചുമ്മാ അങ്ങനെ കാണിച്ചിരുന്നു മാത്രമല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കൊടുക്കായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടായിരിക്കും ഇത് കണ്ടു. അതായത് 50,000 രൂപ പെർ ഇയർ പ്രീമിയം അടയ്ക്കുന്ന ഒരാളായിരുന്നു ആള്. സ്റ്റാർ ഹെൽത്തിൻ്റെ ആൾ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ സ്റ്റാർ ഹെൽത്തിൻ്റെ ലക്നോ ഓഫീസിൽ പോയപ്പോൾ ഹി വാസ് മെയ്ഡ് ടു വെയിറ്റ് ഫോർ അവേഴ്സ് ബിഫോർ ഹിസ് ക്ലെയിം വാസ് ഡിനൈഡ്. അപ്പോൾ ഇതായത് 50,000 എന്ന് പറയുമ്പോൾ നല്ല വലിയ പ്രീമിയമാണ്. അതായത് അവരുടെ ഒരു ഹൈ പ്രീമിയം കസ്റ്റമർ എന്നൊക്കെ പറയില്ലേ, ആളുടെ അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ പിന്നെ സാധാരണക്കാരുടെ അവസ്ഥ നോക്കിയൊക്കെ നിങ്ങൾ. അപ്പോൾ ഈ സാധനം പോയി എടുക്കരുത് കേട്ടോ. വേണമെങ്കിൽ അതിൻ്റെ ഞാൻ എവറി ഇയർ എ മാൻ പെയ്ഡ് ₹50,000 ടു കീപ് ഹിസ് മദേഴ്സ് ഹെൽത്ത് ഇൻഷുറൻസ് ആക്റ്റീവ്. ആളുടെ അമ്മയുടെ പേരിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ബട്ട് വെൻ ഇൽനെസ് സ്ട്രക്ക് ഹെർ മദർ ദ സൺ വെന്റ് ടു ദ ഇൻഷുറൻസ് ഓഫീസ് ബട്ട് ലെഫ്റ്റ് എംപ്റ്റി ആൻഡ് സ്റ്റാൻഡ് ആൻഡ് വിതൗട്ട് എ ക്ലെയിം. ആൾക്ക് കംപ്ലൈൻറ്റ് ചെയ്തെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ആൾ എക്സിലൊക്കെ അതായത് ട്വിറ്ററിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സംഭവം. അത് ഭയങ്കര വൈറലായുള്ള പരിപാടിയാണ് കേട്ടോ സ്റ്റാർ ഹെൽത്ത് ഇപ്പോഴും നല്ല തുടങ്ങിയത്. ഒരു 2-3 കൊല്ലമായിട്ട് ഇവന്മാർ ഉടായ്പെന്ന് ഞാൻ എന്താ പറഞ്ഞാൽ ഉടായ്പന്മാരിൽ എന്താ പറയുക നമ്മുടെ എന്താ പറയുക എംബറന്ന് അങ്ങനത്തെ ആൾക്കാരാണ്. എന്ത് വന്നാലും അവന്മാർ റിജക്ട് ചെയ്ത് തരില്ല. കംപ്ലൈൻറ്റ് റേഷ്യോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം അവന്മാരുടെ എത്രയോ 80% കംപ്ലൈൻറ്റ് റേഷ്യോ ഇപ്പോൾ അവന്മാരുടെ. അതാണ് 50 അതിനും കൂടുതലുണ്ടെന്നുണ്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവന്മാരുടെ കംപ്ലൈൻറ്റ് റേഷ്യോ വന്നിരിക്കുന്നത്. അതുപോലെ സെറ്റിൽമെൻറ്റ് റേഷ്യോ ഒക്കെ ഇപ്പോൾ 70 ആ റേഞ്ചൊക്കെ ഉള്ളൂ. ഈ സാധനങ്ങൾ ഇവന്മാരൊന്നും പോയിട്ട് ഇൻഷുറൻസ് ഒന്നും എടുക്കരുതില്ല. നല്ല സാധനങ്ങൾ പോയി എടുക്കുക, അത്ര നമുക്ക് പറയാമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു അവയർനെസ് വീഡിയോ ചെയ്തെന്ന് മാത്രം. ഇത് എന്താ പറയുക നിങ്ങളൊരു ഡിസ്ക്ലൈമറായിട്ട് കാണുകയാണെങ്കിൽ ഇത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ ഡിഫേമേഷൻ വീഡിയോ ഒന്നുമല്ല. സംഭവം ന്യൂസ് വന്നേക്കുന്നതാണ്. അത് നമ്മളെടുത്ത് ജസ്റ്റ് പറഞ്ഞു മാത്രമല്ല, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീട്ടിലാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ് കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്.